എനിക്കിങ്ങനെ ബ്ലഡിൻ്റെ റിസൾട്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു എനിക്ക് അസുഖം പിന്നെയും വന്നു എന്ന് പറഞ്ഞിട്ട് അതാ ഈ ഹാളിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു ഇരുത്തിരുന്നു, അല്ല ആ ടേബിളിൻ്റെ അവിടെ അല്ലേ ഒരു ഇരുത്ത് നിലത്തിരുന്നു. കാരണം അതുവരെ ആ കീമോൻ്റെ സമയത്ത് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഉമ്മാനെ അല്ലെങ്കിൽ ആദ്യത്തെ അസുഖം വന്നപ്പോൾ കണ്ട ഉമ്മാനെ അല്ല ഞാനപ്പോൾ കണ്ടത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു. കാരണം നമുക്ക് ഒരു പ്രതീക്ഷ ഇത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടല്ലോ ഒരവസ്ഥ, അങ്ങനത്തെ ഒരാളെയാണ് ഞാനപ്പോൾ കണ്ടത്. അപ്പോൾ അമ്മയോട് പറഞ്ഞു ലൈക്ക് ഞങ്ങൾ രണ്ടുപേരും ആദ്യം കുറച്ച് സമയം ആർത്ത് കരഞ്ഞ് ഈ വാതിലടച്ച് ഈ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര ആർത്ത് കരച്ചിലും. പിന്നെ ഞാൻ തന്നെ ഉമ്മാനോട് പറഞ്ഞു ലൈക്ക് ഫസ്റ്റത്തെ പ്രാവശ്യം ഉമ്മാൻ്റെ ആ ഒരു മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് ഉമ്മ ആ ഒരു ലെവലിലെത്തിയത്. അതേ ശക്തി രണ്ടാമത്തെ പ്രാവശ്യം അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ ഉമ്മക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നൊരു വിഷമം കൊണ്ട് കരയാന്നുള്ളതല്ലാതെ പഴയതിൽ അത്രയും മെൻ്റലി സ്ട്രോങ് അല്ലെങ്കിലും ഇമ്മ രണ്ടാമത്തിൽ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ഡള്ളേനും ആള്. എന്നിട്ട്